നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയാള് വരില്ല. എന്തുപറ്റി? അവൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ പെരുവഴി കിടക്കുക. വിളിച്ചിട്ടാണെങ്കിൽ ഒരു അനക്കവും ഇല്ല. കുറെ നേരം മുമ്പ് നമ്മുടെ ഗംഗാധരൻ തിരുമേനിയുടെ കൂടെ സോമശേഖരൻ നടക്കുന്നത് പലരും കണ്ടിരുന്നു. അപ്പൊ പിന്നെ സംശയിക്കണ്ട, ഏതെങ്കിലും രീതിയിൽ ചടങ്ങ് മുടക്കാന്നുള്ളതാണല്ലോ ഗംഗാധരൻ തിരുമേനിയുടെ ഉദ്ദേശം. തിരുമേനിയോടുള്ള പക തന്നെയാ കാരണം. കോലം വരയ്ക്കാന്ന് പറഞ്ഞാ അത് നിസ്സാര കാര്യമല്ല. പെട്ടെന്ന് വിളിക്കാൻ സോമശേഖരൻ ഒരു പകരക്കാരനുമില്ല. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു വിധത്തിൽ കുറവ് വന്നാലേ ഈ നാടും നാട്ടുകാരും കമ്മിറ്റിയല്ലേ കുറ്റം പറയാ. കമ്മിറ്റി പ്രസിഡന്റായ ഞാനല്ലേ എല്ലാവരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കേണ്ടി വരിക. എന്റെ കൃഷ്ണ, ഇതിനു വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടത്? ഞാനൊരു പരിഹാരം പറഞ്ഞാ അത് കമ്മിറ്റിക്ക് സ്വീകാര്യാവോന്നറിയില്ല. തിരുമേനി പറയൂ, കളം എഴുതാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അയാളെ എത്ര ദൂരെ പോയി കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാ. മടിക്കണ്ട, തിരുമേനി പറയൂ. എന്റെ മകള് രാധയ്ക്ക് കളമെഴുത്ത് വശമുണ്ട്. സോമശേഖരൻ കളമെഴുതുന്നതിനേക്കാൾ ഭംഗിയായി അവൾക്കത് ചെയ്യാനും പറ്റും. പക്ഷേ നടയിലേക്ക് കയറാൻ അവൾക്ക് അവകാശമില്ലല്ലോ, വിലക്കല്ലേ. തിരുമേനി, ഈ അവസ്ഥയിൽ അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. രാധിക മോള് കളം വരയ്ക്കട്ടെ. എന്താ ഇപ്പൊ ഈ അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാൻ ആ കുട്ടി മാത്രമേ ഉള്ളൂ. ചിലപ്പോ ഇതായിരിക്കും ഭഗവാന്റെ നിശ്ചയം. തിരുമേനി, ഗംഗാധരൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു. അത് ക്ഷമിക്കാൻ മോളോടൊന്ന് പറയണം. ഭഗവാന്റെ ചടങ്ങുകളൊന്നും മുടങ്ങരുത്. വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ആ കുട്ടിയോട്. ഏയ് വേണ്ട, ഞാനിപ്പോ വരാം. ചേച്ചി എന്താ ഈ പറയുന്നേ? ഇതെന്താ പഴയകാലോ? ഞാൻ അപ്സരസിന്റെ വേഷം കെട്ടി വന്ന് തപസ്സിളക്കി വരുണിന്റെ മനസ്സിൽ കയറിക്കൂടാന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും വയ്യ. അപ്സരസുകളുടെ കാലമായാലും ഈ കാലമായാലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ പെണ്ണ് തന്നെയാ. മനസ്സിൽ കയറി കൂടണമെന്നൊരു പെണ്ണ് വിചാരിച്ചാലേ അതീന്ന് ഒഴിഞ്ഞു മാറാൻ ഒരുത്തനും പറ്റില്ല. ഒന്നാമത് ഈ വിദേശത്തുനിന്ന് വരുന്ന ആമ്പിള്ളേരുണ്ടല്ലോ, ഓമർക്ക് ഭയങ്കര ജാടയാ. അവിടെ എനിക്ക് ചുറ്റും അതിസുന്ദരിമാരായ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണത്തിന് പോലും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു ജാട. എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം ആ കൂട്ടരെ. എടി, വരുൺ എന്തായാലും ആ കൂട്ടത്തിലല്ല. അവൻ നല്ലവനാ. നീ അവന്റെ മനസ്സിൽ കയറി കൂടി അവന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരികയും കൂടി ചെയ്ത കണിമംഗലം നമ്മുടെ രണ്ടുപേരുടെ കയ്യില. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിനക്ക് വരുണിനോട് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ പിന്നെ അവന്റെ മനസ്സിൽ നീ ഒന്ന് കയറിക്കൂടാൻ നോക്ക്. അവന്റെ ഒരു പാതി സമ്മതം നീ വാങ്ങിയെടുത്താ മതി. ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. വേറെ ഒരുത്തി അവന്റെ ഭാര്യയായി പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നീയാണ് ആ സ്ഥാനത്ത് വരുന്നതെങ്കിൽ ആ വിവാഹം നേരിട്ട് നടത്തുന്നത് ഈ ഞാനായിരിക്കും. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.